ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഈ ഭൂചലനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെ അല്ല. ഇതിനോടകം തന്നെ 622 പേരാണ് ഈ ഭൂചലനത്തിൽ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 1000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു 500-ലധികം കെട്ടിടങ്ങൾ തകർന്ന തരിപ്പണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ആ മരണസംഖ്യ ഇനി ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ അഫ്ഗാനിസ്ഥാന്റെ തെക്ക് കിഴക്കൻ മേഖല സമ്പൂർണമായിട്ടും പ്രതിസന്ധിയിലായി. അതായത് സമ്പൂർണമായിട്ടും വലിയ നാശനഷ്ടം നേരിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അവർക്കൊരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് വരാം. ഇന്നത്തെ ചർച്ച സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന RIC ട്രോയ്ക്ക, അതിന്റെ 3 നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ചാണ് കാണുകയുണ്ടായത് ഇവര്. ആ സമയത്ത് അവിടെ ഏറ്റവും വലിയ ഒരു വിഷ്വല് പുറത്തു വന്നത്, സാധാരണ എല്ലാ വിഷ്വൽസും ശ്രദ്ധിക്കപ്പെടും. ഇവിടെ നേതാക്കന്മാർ പരസ്പരം കൈ കൊടുക്കുന്നത് തൊട്ട് നേതാക്കൾ പരസ്പരം നോക്കി ചിരിക്കുന്ന വിഷ്വൽസ് വരെ ശ്രദ്ധിക്കപ്പെടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ട്വിറ്ററിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്ന വിഷ്വൽസ് ബെഗർ സ്പോട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷ്വലാണ്. ഒന്നുമില്ല, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആരാലും ആദരിക്കപ്പെടാതെ സംസാരിക്കാൻ പോലും ഒരു മനുഷ്യൻ വരാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോ നരേന്ദ്രമോദിയും പുടിനും കൈ രണ്ടും ഇങ്ങനെ കോർത്ത് പിടിച്ചിരിക്കുകയാണ് രണ്ടുപേരും. രണ്ട് കമിതാക്കളെ പോലെയാണ് അവർ കൈ കോർത്ത് പിടിച്ചിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ വേറൊരു തരത്തിൽ എടുക്കരുത്, ഞാൻ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞതാണ്. അതുപോലെ കൈ കോർത്ത് പിടിച്ചിട്ട് അവർ നടന്നു പോവുകയാണ്. സംസാരം തന്നെയാണ്. അപ്പൊ ഈ നടന്നു പോകുമ്പോൾ ഇയാൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവരിങ്ങനെ നടന്നു പോകുന്നത്. അതിന്റെ ഫ്രണ്ട് മോഡി ആണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഷീ ജിൻപിങ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു ഒരു വലങ്കൈ പോലെയാണ് പാകിസ്ഥാൻ കണ്ടുകൊണ്ടിരുന്നത്. ആ ഷീ ജിൻപിങ്ങിന് കൈ കൊടുക്കാൻ ഒരു ശ്രമം ഇയാൾ നടത്തി. എല്ലാവരും ഫോട്ടോ എടുത്തു കഴിഞ്ഞ ശേഷം ഇയാൾ ഓടി വരികയാണ്. ആ വിഷ്വൽസ് ഉണ്ട്. പിറകിൽ നിന്ന് ഷീ ജിൻപിങ്ങിന്റെ ആ കോട്ടിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഷീ ജിൻപിങ് കൈ തട്ടി മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വിഷ്വൽസ് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അതായത് എക്സാക്ട്ലി ഇയാളുടെ കൈ തട്ടി മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഈ അവിടെ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിലെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പഹൽഗാം അറ്റാക്ക് ഹൈലൈറ്റ് ചെയ്തു. പഹൽഗാം അറ്റാക്ക് പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. ചൈന അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ എതിർക്കണമെന്ന് നമ്മളുമായി ചേർന്ന് സംയുക്തമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. അത് വലിയൊരു നയതന്ത്ര വിജയമാണ് ഇന്ത്യയുടെ. പോരാത്തതിന് ഭീകരവാദത്തെ പാകിസ്ഥാനെ ഇരുത്തിക്കൊണ്ട് തന്നെ എതിർത്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അവിടെ ഇത്രയും അധികം ആൾക്കാർ വന്നു, ഇത്രയും അധികം ഭരണാധികാരികൾ വന്നു. ഈ 3 രാജ്യങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്ത്യ ഉഭയകക്ഷി ചർച്ച അവിടെ നടത്തിയത് എന്നുള്ളതാണ്. വേറൊരു രാജ്യങ്ങളും പരസ്പരം ഉഭയകക്ഷി ചർച്ചയ്ക്കൊന്നും തയ്യാറായില്ല. വന്നു, കാര്യങ്ങൾ സംസാരിച്ചു, ഫോട്ടോ എടുത്തു, പൊടിയും തട്ടിപ്പോയി. ബാക്കി ഇന്ത്യ ഈ റഷ്യയുമായും ചൈനയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പിന്നെ ഈ വേദിയിലേക്ക് വന്നത്, പ്രധാനമന്ത്രി മോദി ഈ വേദിയിലേക്ക് വന്നത് രാജകീയമായിട്ടുള്ള ഒരു സ്വീകരണത്തോടു കൂടെയാണ്. പക്ഷേ അതിൽ വേറൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. പുടിനും നരേന്ദ്രമോദിയും ഒരു കാറിലാണ് വന്നത് എന്നുള്ളതാണ്. ഒരൊറ്റ കാറിലാണ് അവർ വന്നത്. അപ്പോൾ ഇത് കണ്ട് ട്രംപിന്റെ പിരിമുറുക്കം വർദ്ധിച്ചു. പിരിയില്ല എങ്കിലും പിരിമുറുക്കം വർദ്ധിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് അപ്പോഴും ഒരു കൈ കോർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു സംഭവമാണ്. പോരാത്തതിന് പുടിൻ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന് ശക്തമായിട്ടുള്ള താക്കീതും ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പുതിയ ലോകക്രമം എന്ന് പറയുന്ന നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഞാൻ ബിജുചേട്ടനും കൂടെ ചർച്ച എടുക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പുതിയ ലോകക്രമം വരും, RIC ട്രോയ്ക്ക ഉണ്ടാകും. RIC ട്രോയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാള മാധ്യമങ്ങളിൽ, സാറ്റലൈറ്റ് പോലും അല്ല, മലയാള മാധ്യമങ്ങളിൽ ചിലപ്പോൾ നമ്മളായിരിക്കും ആദ്യമായിട്ട് RIC ട്രോയ്ക്ക എന്ന് പറഞ്ഞ വാക്ക് തന്നെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. വരും എന്ന് പറയുന്നു. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പോ നടന്നിരിക്കുന്നു, ആദ്യത്തെ പടി സംഭവിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു?
RIC ട്രോയ്ക്ക എന്ന് പറയുന്നത് പുതിയൊരു സാധനമല്ല, പഴയ ഒരു സംഭവമാണ്. പക്ഷെ ആ ഉം, ഉം. പഹൽഗാമിലെ ഒരു ഒരു അറ്റാക്കും ഒക്കെ നടന്നല്ലോ. നമ്മളും സോറി, പഹൽഗാമിലല്ല, ഈ പിന്നെ ഈ ഗാൽവാനിലാണോ? ചൈനയും ഗാൽവാനിൽ നടന്നു. അതിനൊക്കെ ശേഷം മന്ദീപ് വെച്ച് പോയതാ. അതിന് ശേഷം ഒരു ഉം, 23 യോഗം നടന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് എടുക്കുന്നത്. നമ്മളത് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മേളിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉം. ഇപ്പോ അത് കുറച്ചുകൂടെ സജീവമായിരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ അതെ. ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ വരെ അമേരിക്കയുടെ കൂടെ ആണല്ലോ, ഇന്നിപ്പോ ചൈനയുടെ കൂടെ ആണല്ലോ. അവരുടെ ആദ്യം തന്നെ ഒരു കറക്റ്റ്, കാര്യം പറയാൻ കറക്റ്റ്. ആഗ്രഹിക്കുന്നു. അവരുടെ ആദ്യം തന്നെ ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നയതന്ത്ര ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഏകശിലയിൽ വാർത്തെടുത്ത ഒന്നല്ല, അത് ഉം, മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ മിത്രങ്ങൾ നാളെ ശത്രുവാകും, നാളത്തെ ശത്രു മിത്രമാകും. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ചൈന അമേരിക്കയുടെ അലയായി റഷ്യക്കെതിരെ നിന്നിട്ടുണ്ട്. അത് റഷ്യയും ചൈനയും തമ്മിൽ ഉടക്ക് നടന്നു. അവർ നേരെ തിരിച്ചും വന്നിട്ടുണ്ട്. നമ്മൾ കാലങ്ങളായിട്ട് അമേരിക്കയോട് നിൽക്കാറുമുണ്ട്, റഷ്യയുമായിട്ട് നമ്മൾ നിൽക്കാറുണ്ട്. ഈ അങ്ങനെ മാറിയും തിരിച്ചും വരുന്ന ബന്ധങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, എങ്ങും എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. കാരണം ഇത് പൊളിറ്റിക്സ് പോലെ തന്നെയുള്ളൂ. BJP-കാർ എപ്പോഴും പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലായാലും രാഷ്ട്രത്തിലായാലും സ്ഥിരമായ ശത്രുക്കളൊന്നും തന്നെ ഇല്ല, സ്ഥിരമായ മിത്രങ്ങളുമില്ല. ഇപ്പോൾ നമ്മൾ ചൈനയെ അല്ല കാണുന്നു എന്ന് ചോദിച്ചേട്ടാ, പറഞ്ഞാൽ ഇതിൽ ഒരു കാര്യം കൂടെ അഡ്രസ് ചെയ്യണം. യവന്മാര് ചുമ്മാ ഇങ്ങനെ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യവുമായി ഇപ്പൊ കൈകോർത്തത് കണ്ടോ നരേന്ദ്രമോദി, മറ്റതാണ് മറിച്ചതാണ്. ഇനി ഞാൻ ആലോചിക്കുന്നത് ഇവന്മാരുടെ തലയ്ക്ക് വല്ല ഓളവുമാണോ എന്നാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ വ്യാപാര ബന്ധങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധം ഇന്ത്യ നടത്തുന്നത് ചൈനയുമായിട്ടാണ്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒരു ഭാഗത്ത് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വ്യാപാര ബന്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറെ കുറേമാര് പറയുന്നു, അന്ന് നരേന്ദ്രമോദി ആപ്പ് നിരോധിച്ചതൊക്കെ അതിഭീകരമായ ഒരു ചെയ്ത്തായിരുന്നെന്നാണല്ലോ പറഞ്ഞത്, ഇപ്പൊ നിങ്ങളൊക്കെ എന്ത് പറയുന്നു എന്ന്. അല്ല, നമ്മുടെ പഹൽഗാമില് അതിപ്പോ ചൈന ആയിരുന്നാലും അമേരിക്ക ആയിരുന്നാലും ഇസ്രായേൽ ആയിരുന്നാലും നമ്മുടെ പട്ടാളക്കാരെ അവിടെ ആക്രമിക്കുമ്പോൾ, നമ്മളെ പട്ടാളക്കാരെ കൊല്ലുമ്പോൾ നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണ് അവന്മാര് പറയുന്നത്. അതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം അവിടെ നമ്മൾ പോട്ടെ, ആ സമയത്ത് നമ്മൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നു എന്ന് വിചാരിക്കുക, ചൈനയുമായിട്ട് നമ്മളൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് ഇവന്മാർ എന്ത് പറയും? ചൈനയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചാൽ ഇന്ത്യ തകരും, ഇവന്മാരുടെ തലയിൽ തന്നെ ആദ്യത്തെ ബോംബ് വന്ന് വീഴും, നമ്മളും അടിക്കും തിരിച്ച്, രണ്ട് ഭാഗത്തും കാഷ്വാലിറ്റീസ് ഉണ്ടാകും. ഇതിൽ ഓഷോ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, ഈ അമേരിക്കയും റഷ്യയും, ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധം ചെയ്യും എന്ന് നമുക്ക് തോന്നും. പക്ഷെ രണ്ടുപേരും യുദ്ധം ചെയ്യില്ല. കാരണം രണ്ടുപേർക്കും അറിയാം, ഇവർ രണ്ടുപേരും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, പ്രത്യക്ഷമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷെ ഇവർ യുദ്ധം ചെയ്യിക്കും. അന്ന് ഓഷോ പറഞ്ഞത് 1990-കളിലാണ്. എന്നിട്ട് ഓഷോ പറഞ്ഞത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ മേ ഗോ ടു എ വാർ എന്ന് ഓഷോ പറയും. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിലേക്ക് പോയേക്കാം. ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് മേ ഗോ ടു എ വാർ, ബട്ട് റഷ്യ ആൻഡ് അമേരിക്ക വിൽ നെവർ ഗോ ഫോർ എ വാർ. പോകില്ല അവര്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞ ഒരു യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അതുപോലെ സമാനമായ രീതിയിൽ നമ്മൾ ഇന്ത്യയും ചൈനയും ഒരു യുദ്ധം കഴിഞ്ഞു, ഇനി ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഓഷോ പറഞ്ഞ പോലെ ഇന്ത്യയും റഷ്യയും പോലെയാണ്, രണ്ടും വൻ ശക്തികളായിട്ട് നിൽക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടോ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എന്താകുമെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മളും ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകും എന്നാരും പ്രതീക്ഷിക്കേണ്ട. നയതന്ത്രപരമായിട്ടുള്ള അടിയും പിന്നെ ഈ ഇതുപോലുള്ള സാമ്പത്തികപരമായിട്ടുള്ള യുദ്ധങ്ങൾ മാത്രം, പിന്നെ ബയോ വെപ്പൺ, ഈ കോവിഡ് പോലുള്ള യുദ്ധങ്ങൾ മാത്രമേ ഇനി ലോകത്ത് ഈ വൻ ശക്തികൾ തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അടിക്ക് ഉണ്ടാകുകയാണെങ്കിൽ ചെറിയ രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക വെനിസ്വേലയ്ക്ക് ചുറ്റും കപ്പലുകൾ കൊണ്ട് നിരത്തിയിട്ടുണ്ട്, വെനിസ്വേലയെ പിടിച്ചെടുക്കാൻ പോകുന്നത്. വെനിസ്വേലയ്ക്ക് എന്തുണ്ട്? വെനിസ്വേലയ്ക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല, ഈസി ആയിട്ട് വെനിസ്വേലയെ പിടിച്ചെടുക്കാം, ഡ്രഗ് കാർട്ടലുകളെ പൂട്ടാനെന്നാണ് പറയുന്നത്. അതേസമയം റഷ്യയോട് അമേരിക്ക ഇത് ചെയ്യുമോ? ചെയ്യില്ല. അപ്പൊ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മോദി ഇപ്പൊ ചൈനയോട് വലിയ ബന്ധം വളരെ എനിക്ക് തമാശയായിട്ട് തോന്നുന്നത്, ഈ പൊളിറ്റിക്സ് അറിയാൻ പാടില്ല എന്നിട്ടല്ല. നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചൈന സന്ദർശിച്ച വ്യക്തിയാണ്. അത് എത്ര പേർക്ക് അറിയാം? ഇത് പത്രങ്ങളിൽ വന്നതല്ലേ. അന്ന് അദ്ദേഹത്തിന് ബന്ധം ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ അന്ന് അമേരിക്ക പോലും വിസ കൊടുത്തിട്ടില്ല നരേന്ദ്രമോദിക്ക്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അമേരിക്ക ചെല്ലാൻ അന്ന് ചൈന സന്ദർശിച്ച അദ്ദേഹം. അപ്പോൾ അവിടുത്തെ ചില കാര്യങ്ങൾ കണ്ടിട്ട് അതിന്റെ ചില മെത്തേഡ്സ് കൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഡെവലപ്മെന്റ് പ്ലാൻസ് ഉൾപ്പെടുത്തുകയുണ്ടായി. ഇനി 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ പറഞ്ഞിരുന്ന കാര്യം അഭിനന്ദനം മാത്രമായിരുന്നില്ല. ഞങ്ങളുടെ അവിടെ നിന്നുള്ള ഒരു തത്വചിന്തകൻ, ഒരു ആത്മീയ ആചാര്യൻ, നമുക്കറിയാം ഈ പിന്നെ അനവധി ചൈനീസ് പണ്ഡിതന്മാർ ഈ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു പണ്ഡിതൻ താങ്കളുടെ ഗ്രാമത്തിൽ വന്നിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചത്, സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുന്നത് നരേന്ദ്രമോദിയാണ്. പക്ഷെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു അഭിനന്ദന കത്ത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അന്ന് അയക്കുന്നത് 2010. അപ്പം എനിക്ക് തോന്നുന്നൊരു 10-17 തവണ ഇന്ത്യയും നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങുമായിട്ട് ഈ കാലയളവ് കണ്ടിട്ടുണ്ട് പലയിടത്ത് വെച്ച്.
ഇന്ത്യയെ വെച്ച് മാത്രം കാണുന്ന മാത്രമല്ലല്ലോ കൂടിക്കാഴ്ച. ഇപ്പൊ കഴിഞ്ഞ വർഷം കസായിൽ വെച്ച് നടന്നിരുന്നു, പിന്നെ മഹാബലിപുരം തമിഴ്നാട്ടിൽ വെച്ച് നടന്നിരുന്നു, അങ്ങനെ പലയിടത്തും നടന്നിരുന്നു. അതിനുശേഷം അടിയും ഉണ്ടായിട്ടുണ്ട്, വ്യാപാര തർക്കങ്ങളും ഉണ്ട്. അതാ ഞാൻ പറയുന്നത്, ഇതിനകത്തൊരു സ്ഥിരമായിട്ടൊരു റിലേഷൻ ഇല്ല. ഇവിടെ ഈ അമേരിക്കയുമായിട്ടും ഉള്ള റിലേഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഏക പ്രസിഡന്റ് ട്രംപാണ്. അല്ലാതെ അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ നമുക്ക് ഇതുവരെ ബ്രേക്ക് ആയിട്ടില്ല. കാരണം അത് പെട്ടെന്ന് ബ്രേക്ക് ആകാൻ പറ്റുന്ന ഒരു റിലേഷനുമല്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ട്രംപിന്റെ കടുംപിടുത്തവും ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ നിലവിളിയുമാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ഉണ്ടായ ഒരു വിഷയം എന്ന് തന്നെ പറയാം. ഇനി ഇത്തവണ കുറച്ചുകൂടി കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. കാരണം അതിനകത്ത് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം, ധനുഷ് പറഞ്ഞത് ശരിയാണ്. ഒരു ലോകത്തിന്റെ പിന്നെ ഭരണാധിപൻ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന റെഡ് കാർപ്പറ്റ് മുതൽ നൽകുന്ന ബൊക്ക, ഷെയ്ക്ക് ഹാൻഡ്, അവരുടെ വേദിയിലെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം ലോകം ശ്രദ്ധിക്കും. കാരണം ഈ ഉഭയകക്ഷി ചർച്ചകളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ ഈ പരസ്യമായി നിൽക്കുന്ന ബോഡി ലാംഗ്വേജുകൾ വലിയ ചർച്ചയായിട്ട് തന്നെ മാറും. ശരീരഭാഷ ശരിയായില്ല എന്ന് പറയും. ഇവിടെ ശരീരഭാഷ കണ്ട് തന്നെ വാർത്തകൾ ചമയ്ക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശരീരഭാഷയെ കുറിച്ച് എഴുതിയിരുന്ന വാർത്ത ഉണ്ടാക്കിയത് ശ്രീ VS അച്യുതാനന്ദനെ കുറിച്ചായിരുന്നു. അദ്ദേഹം നടന്നു പോകുമ്പോൾ പറയും ശരീരഭാഷ ശരിയല്ല, അതിൽ ഒരു ധ്വനിയുണ്ട് എന്ന് പറയും. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഗംഭീരമായ ഒരു സ്വീകരണം. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഷീ ജിൻപിങ് വന്നില്ലല്ലോ പിന്നെ എവിടെ എയർപോർട്ടിൽ. ഷീ ജിൻപിങ് വരാനാണെങ്കിൽ ഈ മുഴുവൻ നേതാക്കളെ അദ്ദേഹം സ്വീകരിക്കണ്ടേ? അത് മാത്രമല്ല, ഇന്ത്യയുമായിട്ടൊരു കൂടിക്കാഴ്ചയുമുണ്ട്. അത് ഇങ്ങനെയുള്ള സമ്മിറ്റുകൾ നടക്കുമ്പോൾ, ഇല്ല ഇങ്ങനെയുള്ള ഒച്ചുവടികൾ നടക്കുമ്പോൾ അങ്ങനെ അവിടുത്തെ ഭരണാധികാരി വന്ന് സ്വീകരിക്കുന്ന ഒരു പരിപാടിയില്ല. കാരണം അദ്ദേഹത്തിന് രാവിലെ തൊട്ട് രാത്രി വരെ നിൽക്കേണ്ടി വരും. ഓരോ ഫ്ലൈറ്റ് വരുമ്പോഴും പുള്ളിക്ക് വരാൻ പറ്റില്ല. അപ്പം അതിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ മറ്റുമാണ് അതിന് ചുമതലപ്പെടുത്തുന്നത്. ഇനി അതിനുശേഷം ഈ പിന്നെ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയതിനു ശേഷം നരേന്ദ്രമോദി പോയ കാറിനെ കുറിച്ചാണ് ഇന്റർനാഷണൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്നത്. എന്താണ് ആ കാറിന്റെ പ്രത്യേകത? ആ കാറിന്റെ പേര് ഹോഞ്ചി എന്നാണ്. ഹോഞ്ചി. ഞാൻ ഈ പേരുകൾ പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം ആലോചിക്കണം. ഇത് ചൈനീസ് പേരുകളാണ്. ഹോങ്കി എന്നാണ് ചിലർ പറയുന്നത്, ഹോഞ്ചി എന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഉച്ചാരണത്തിൽ ചെറിയ വശമുണ്ടാകും, പക്ഷെ ഇത് തന്നെയാണ് അതിന്റെ പേര്. ഹോങ്കി എന്നും ഹോഞ്ചി എന്നുമുണ്ട്. ആ വാഹനം ആണ് നൽകിയത്. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഹോഞ്ചി എന്ന വാക്കിന് അർത്ഥം തന്നെ ചെങ്കൊടി എന്നാണ്. ആ ചെങ്കൊടിയാണ് മോദിക്ക് നൽകിയത് യാത്ര ചെയ്യാൻ. ആ ചെങ്കൊടി ഇന്ന് ഈ ഹോഞ്ചി എന്ന് പറയുന്ന വാഹനം നമുക്ക് പരിചിതമാണ്. ഈ വാഹനം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കാരണം ഇത് വളരെ കുറച്ച് വാഹനങ്ങളേ ഉള്ളൂ. ഇത് ചൈനീസ് പ്രസിഡന്റും ഒപ്പം തന്നെ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറെ സിവിലിയൻസിന് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റില്ല. അവർക്ക് ആ വാഹനം ഇറക്കുന്നതുമില്ല. അപ്പം ഈ വാഹനം പണ്ട് എനിക്ക് തോന്നുന്നു 4-5 വർഷം മുമ്പ് 2018 ഷീ ജിൻപിങ് മഹാബലിപുരത്ത് വന്നിരുന്നു, നമ്മുടെ ചെന്നൈയിൽ. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ വാഹനം ചൈനയിൽ നിന്ന് ഷീ ജിൻപിങ് കൊണ്ടുവന്നിരുന്നു യാത്രയെ. കാരണം ഈ ചൈനീസിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ചിട്ട് ഭരണാധികാരികളെ ലോകത്ത് വിമാനത്തിലും ഈ കാറിലും മാത്രമേ യാത്ര ചെയ്യൂ, ഹെലികോപ്റ്റർ യാത്ര ചെയ്യില്ല. അപ്പൊ അത് ചെന്നൈയിൽ നമ്മുടെ ഈ ഷീ ജിൻപിങ് വന്നപ്പോൾ അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗം പോകാൻ പറ്റില്ല അവർക്ക്. കാരണം ഓരോ രാജ്യത്തിന്റെ ഭരണാധികാരി സഞ്ചരിക്കുന്ന ഓരോ രീതിയിൽ. നമ്മുടെ കിങ് ജോൺ ഉന്നൊക്കെ ട്രെയിനിലാണ് വരുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ട്രെയിൻ ഉണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള. ആ ട്രെയിനിൽ വന്നു പോവുകയാണ്. കാരണം അദ്ദേഹത്തിന് ട്രെയിനിൽ പോകാനുള്ള രാജ്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ വലിയ രാജ്യങ്ങളൊന്നുമില്ല. ഫ്ലൈറ്റിലും മറ്റൊന്നും പോയില്ല. ഇവിടെ ചൈനീസ് പ്രസിഡന്റ് ഫ്ലൈറ്റിൽ പോകും, പക്ഷെ ഹെലികോപ്റ്റർ യൂസ് ചെയ്യില്ല, കാറാണ് യൂസ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഈ കാർ ഇന്ത്യയെ കൊണ്ടുവന്നിരുന്നു. കാർ ഇന്ത്യയെ കൊണ്ടുവന്നിട്ട് ഇത് അദ്ദേഹം ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള 2-3 പേർ മാത്രമാണ് ഈ കാർ ഉപയോഗിക്കുന്നത്. ഈ കാറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യാത്ര ചെയ്യാനായിട്ട് നൽകിയത്. അത് തന്നെ ഒരു വലിയ മെസ്സേജാണ് അതുകൊണ്ട് നൽകുന്നത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ, നമ്മൾ എപ്പോഴും ഷീ ജിൻപിങ്ങും മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കൂടിക്കാഴ്ച അവിടെ നടന്നിരുന്നു. ചായ്ക്കി എന്ന് പറയുന്നത്, കായ്ക്കി എന്നും ചില മാധ്യമങ്ങൾ പറയുന്നു, ചായ്ക്കി എന്നും പറയുന്നു. ഈ ചായ്ക്കി എന്ന് പറഞ്ഞിട്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തലതൊട്ടപ്പൻ നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം. ഞാൻ ഈ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. നമ്മുടെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം അതുപോലെയല്ല, ഇത് 10-18 ഇതുപോലെയല്ല. അവിടെ അത്രയും വലിയ രാജ്യത്തിന് 7 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരേ ഉള്ളൂ. അതായത് അവരുടെ ഒരു സുപ്രീം കമാൻഡറാണ് അവിടുത്തെ പോളിറ്റ് ബ്യൂറോ. കാരണം ചൈനയിലെ സൈന്യത്തിന്റെ അധികാരം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പോളിറ്റ് ബ്യൂറോയ്ക്ക് സൈന്യത്തിലോ പോലീസിൽ പോലും അവർക്ക് പിടിയില്ല. അപ്പൊ പിന്നെയാണ് അവിടുത്തെ അതും ഇതും തമ്മിൽ അതുകൊണ്ട് താരതമ്യം ചെയ്യരുത്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന ചൈക്കി എന്ന് പറയുന്ന
ഈ നേതാവുമായിട്ട് നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തത്, പക്ഷെ സമയക്രമം പാലിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. അതൊരു ഇമ്പോർട്ടന്റ് കേസാണ്. എനിക്ക് തോന്നുന്നത് ഈ ഷീ ജിൻ പിങ്ങുമായി നടത്തിയ ചർച്ചയേക്കാൾ ഇമ്പോർട്ടന്റ് ഈ കമ്മ്യൂണിസ്റ്റ് അതെ അതെ, പാർട്ടിയുമായിട്ടുള്ള നേതാവുമായിട്ട് നടത്തിയ ഞാനത് ചർച്ചയാണ് വളരെ ആദ്യമായിട്ട് കേൾക്കുക ഇമ്പോർട്ടന്റ്. കേട്ടോ, ഇതെന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഷീ ജിൻ പിങ്ങുമായി നടത്തുന്ന ഭരണതലത്തിലുള്ളതാണെങ്കിൽ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ചൈനയുമായിട്ടൊരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ കഴിയൂ. അതിന് പ്രധാനപ്പെട്ട കാര്യം, ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, ചൈന ഇവിടെ വന്ന് ചർച്ച ഉം. നടത്തുന്നൊക്കെ സമയത്ത് ഈ പാകിസ്ഥാന്റെ ഭീകരന്മാരും ആർമികളും ഒക്കെ നമ്മുടെ അതിർത്തി പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഉം. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു പ്രോക്സി രാജ്യം തന്നെയാണ്. അവരെ അതെ. ഒരിക്കലും ചൈന കൈവിടുമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട, നമുക്കൊട്ട് അങ്ങനെ ചിന്തയും ഇല്ല. അപ്പം ഉം. അത് വരാറുണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ഒരു മീൻസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു റോളുണ്ട്, അതിന്റെ നേതാക്കൾക്കും വലിയ റോളുണ്ട്. അതുകൊണ്ടാണ് ഷീ ഉം. ജിൻ പിങ്ങിനെ കണ്ടു, അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കണ്ട ചായ്ക്കയാണ്. ഈ ഒരു മീറ്റിംഗിന്റെ വിവരം നേരത്തെ ഒന്നും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും പറഞ്ഞിരുന്നില്ല. അതിനകത്ത് ഷീ ജിൻ ഉം. പിങ്ങുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന് മാത്രമാണ് ഒരു സൂചന നൽകിയത്. അവിടെയും ഒരു ഈ വ്യത്യാസം സംഭവിച്ചു. ചായ്ക്ക് എന്ന് പറയുന്നത് ഒരു പദവിയാണോ, പേരാണ്, പേരാണ്? അദ്ദേഹത്തിന്റെ പേരാ. സോറി കേട്ടോ. അല്ലല്ല, ഈ ചില മാധ്യമത്തിൽ കായ്ക്കി എന്ന് പറയും, കായ്ക്കി. ഇപ്പൊ ഉം. നേരത്തെ നമ്മുടെ കാറിന്റെ പേര് പറഞ്ഞില്ലേ, ഹോഞ്ചി ഈ എന്നാണ് പറയുന്നത്, അവിടെയുള്ള ഹോൻലി. പട്ടാളക്കാരുടെ ആണോ പോലീസുകാരുടെ ആണോ സമ്പൂർണ്ണ അധികാരം ഇയാൾ കൈയാളുന്നത്, ചായ്ക്ക്? പട്ടാളം ഇയാളല്ല അധികാരം കൈയാറുന്നത്, അവിടുത്തെ ആ. പാർട്ടിക്കാണ് ഇതിന്റെ ഉം. ഇത്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പോലെ അല്ല, അവിടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്, അതിന്റെ ഉം. നേതാവാണല്ലോ അവിടെ പ്രസിഡന്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നത്. അപ്പൊ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ് അവിടുത്തെ പട്ടാളത്തിന്റെ സർവാധികാരം ഉള്ളത്. അപ്പോൾ ഓക്കെ. പട്ടാളത്തിന്റെയും മറ്റ് കാര്യക്രമത്തിന്റെയും ഒക്കെ ഉള്ളത്. അതിന് ആ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന 7 പേരെ പോളിറ്റ് ബ്യൂറോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ 10 12 അതോ 16 പേരെങ്ങാണ്ടുണ്ട് ഇന്ത്യയിലെ CPM പോളിറ്റ് ബ്യൂറോ. അവിടെയൊക്കെ ഉം. അവർ 7 പേരേ ഉള്ളൂ. ഇത് ഇവർക്കൊക്കെ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വീതിച്ച് നൽകിയിട്ടുണ്ട്, അതിന്റെ തലവന്മാരാണ്. അപ്പൊ ഇദ്ദേഹം വിദേശ ഉം. നയത്തിന്റെയും കൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആളും കൂടിയാണ് ഈ പറയുന്ന ചായ്ക്ക്. അത് പാർട്ടി കൂടെ തീരുമാനം എടുക്കണം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത്തരത്തിലല്ല. എന്നാലും നേപ്പാളിൽ നിന്നൊക്കെയുള്ള ഭരണാധികാരികൾ വരുമ്പോൾ BJP നേതാക്കളൊക്കെ കാണാറുണ്ട്. ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഭരണാധികാരികളും BJP. പക്ഷെ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഭരണത്തിൽ വലിയ ഇൻവോൾവ്മെന്റ് ഇല്ല. അവർ നിലപാടുകൾ എടുക്കും, ആ നിലപാടുകൾ വോട്ടിലിട്ട് പാസ്സാക്കി, ഇല്ലെങ്കിൽ അത് ചർച്ച ചെയ്തിട്ടാണല്ലോ അവിടെ അതല്ലല്ലോ. ഉം. അതായത് അവിടെ പാർട്ടിയും ഭരണവും രാജ്യവും എല്ലാം ഒന്നാണ്. അപ്പൊ അവരെടുക്കുന്ന ഒരു നിലപാട് അത് നിയമമാണ്. അപ്പൊ അതെ. പാർട്ടിയിലാണ് ഈ നിലപാടുകൾ, കോൺഫറൻസിലാണ് അവരുടെ എന്താണ് രാജ്യത്തിന്റെ ഈ പാർട്ടി കോൺഫറൻസിലാണ് അവര് നിലപാടുകൾ, ഇല്ലെങ്കിൽ അവരുടെ അടുത്ത 5 വർഷത്തേക്കുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുക്കുന്നത് അവരാണ് നിശ്ചയിക്കുന്നത്. ഉം. അപ്പോൾ അവരുടെ നിശ്ചയിക്കുന്നതനുസരിച്ചിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു വലിയ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു രാജ്യത്ത് ചെല്ലുന്നു, അവിടുത്തെ ഭരണാധികാരിയുമായി ചർച്ച നടത്തുന്നതിനോടൊപ്പം തന്നെ ആ ഭരണാധികാരിക്ക് ആ ഒരു തലപ്പൊക്കമുള്ള ഒരു ഉം. രാഷ്ട്രീയ നേതാവിനെ കൂടെ കാണുന്നു. ഉം. കണ്ട് അത് ചർച്ച, കാരണം നമുക്ക് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടെ വിശ്വാസത്തിൽ എടുക്കാതെ ചൈനയുമായിട്ട് ഡീലിന് പോകാനും കഴിയില്ല. കാരണം ശരിയാണ്. ഈ ചൈനീസ് പ്രസിഡന്റ് അല്ല അവിടെ, ഈ പാർട്ടിയാണ് അവിടുത്തെ ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പക്ഷെ ഇന്ത്യ അതെ. ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണ ഇതാണെന്ന് പറയാം, ജനാധിപത്യമാണ്. പക്ഷെ അവിടെ അവിടെ ഈ ജനാധിപത്യം. ജനാധിപത്യമില്ല, അവിടെ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സ്ട്രോങ് ആണല്ലേ. അവരെ നമ്മളെ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്ത് വോട്ടിനിട്ട് പാസ്സാക്കി എല്ലാവരും കൂടെ ചായം കുടിച്ച് മൂലയിലോട്ട് മാറിയിരിക്കും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ വോട്ടിനിട്ട് പാസ്സാക്കിയാൽ അത് അവിടെ കൃത്യമായിട്ട് ഗവൺമെന്റ് തലത്തിൽ അത് വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അല്ല, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ, അവരുടെയാണ് രാജ്യം. അതായത് മാവോ സേതുങ്ങിന്റെ ആശയം പേർന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടെ മാവോയിസ്റ്റിന്റെ ആശയം പേർന്ന കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റുകളാണ്, നമ്മുടെ നക്സലുകളില്ലേ, അതെ അതെ അവിടെയാണ്. അതെ. അല്ല, മാവോയിസത്തിന്റെ ഇതാണ്, അവർ മാവോയിസ്റ്റ്. അതാണ്. പക്ഷെ അവിടെ അവർ മാവോയിസത്തിന്. അപ്പം ഈ പാർട്ടിയാണ് നിശ്ചയിക്കുന്നത് അവിടെ. കോൺഫറൻസിന് അവരുടെ അവിടെയും വോട്ടിനിടുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ മാധ്യമ സ്വാതന്ത്ര്യമൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയില്ല. അവർ പറയുന്നത് വോട്ടിനിടുന്നു എന്നാണ്. ഇപ്പൊ ഉം. 2027 ആകുമ്പോഴേക്കും ഷീ ജിൻപിങ്ങിന്റെ കാലാവധി തീരുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യമുണ്ട്. നമ്മുടെ ഈ കേരളത്തിലെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ CPIM എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഉം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് ഇത് പ്രത്യേകം മാർക്സിസ്റ്റ്. കൊടുത്തിരിക്കുന്നത്, മാർക്സിസ്റ്റ്. അപ്പം ആ ഒരു ചൈനയുടെ ആശയമല്ല ഇവിടെ. ആകെ ഉള്ളത് ചെങ്കൊടിയുടെ ഒരു സാമ്യത മാത്രമേ നിലവിലുള്ളൂ. പിന്നെ പൊതുവെ കമ്മ്യൂണിസ്റ്റുകൾ വിളിക്കുന്ന സോഷ്യലിസം, ജനാധിപത്യം,
അങ്ങനെയൊക്കെയുള്ള ചില മുദ്രാവാക്യങ്ങൾക്ക് അപ്പുറം ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് വലിയ ബന്ധമില്ലെന്നല്ല, നല്ല ബന്ധമുണ്ട്. കാരണം മുമ്പ് അവിടെ നിന്നൊക്കെ വലിയ ഫണ്ട് വരുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഈ അവരുടെ ആഘോഷം വരുമ്പോഴും ഇവിടുത്തെ ആഘോഷം വരുമ്പോഴൊക്കെ കമ്മ്യൂണിസം നിലനിൽക്കണം എന്ന് വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അത് അവരുടെ സംഘടനയുടെ ഇതായിട്ട് ചെയ്യുന്നതാണ്. അപ്പോ അവിടെ വേറെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ലല്ലോ, ആകെയുള്ള ഇത് മാത്രമല്ലേ ഉള്ളൂ. ഒരു ഏകാധിപത്യ ഭരണം നടക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു കമ്മ്യൂണിസം വന്നിടത്തെല്ലാം ഏകാധിപത്യമായിരുന്നു, ജനാധിപത്യം ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ പലയിടത്തും അത് തകർത്തടിഞ്ഞു പോകാനും ഇടയായത്. പക്ഷെ ചൈനയിൽ അത് സംഭവിച്ചിട്ടുമില്ല. അതിന് അവർക്ക് അവരുടേതായ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനത്തെ നിർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈളെ പോയി കാണുന്നു, ഇദ്ദേഹവുമായി സംസാരിക്കുന്നു. അത് ഒരു രണ്ടാമത്തെ നേട്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്, ഈ വേദിയിൽ എത്തുന്ന മോദി തുടക്കം മുതൽ തന്നെ, അതായത് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തിയപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യം, ഭീകരവാദം ഒരു പ്രധാന, ഇതിനകത്ത് ഇരട്ടത്താപ്പില്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇരട്ടത്താപ്പില്ല എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ്, അല്ലാതെ അവിടെയും ഇവിടെയും ഇല്ല, ഒറ്റതേ ഉള്ളൂ. ഭീകരവാദത്തിന് പൂർണ്ണമായി തള്ളിക്കളയ, അതിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറയുക മാത്രമല്ല, ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാകിസ്ഥാനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ചൈന ഒരു പ്രസ്താവന, ഈ സബ്മിറ്റിന്റെ ഒരു പ്രസ്താവന ഇറക്കുന്നു പഹൽഗാമിലെ ഭീകരാക്രമണം എടുത്തു പറയുന്നതിൽ. രണ്ടാമതൊരു കാര്യം അതിൽ പറയുന്നു, ഭീകരവാദത്തെ എതിർക്കണമെന്ന്. അതിന് തൊട്ടു മുമ്പ് പ്രസംഗിച്ച ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞ കാര്യം, മാനവരാശിക്ക് തന്നെ, ലോകത്തിന് തന്നെ നാശമാണ് ഭീകരവാദം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഈ പാകിസ്ഥാൻ എതിരെ ഉള്ളൊരു പ്രമേയം. പക്ഷെ അതിനകത്ത് അവര് പാകിസ്ഥാനെ ബാലൻസ് ചെയ്യാൻ ഒരു വാക്കുകൂടെ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ഈ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയായിരുന്നല്ലോ, മറ്റേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അതും കൂടി ഇതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ലത്. അപ്പോ അതും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് എപ്പോഴൊക്കെ ഇന്ത്യ ഈ ഭീകരവാദത്തിന്റെ വിഷയം ഉയർത്തുമ്പോൾ അപ്പോഴൊക്കെ പരസ്യമായി പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. പക്ഷെ ഇവിടെ നാം കണ്ടത്, അത് തള്ളിപ്പറയാൻ അവർ തയ്യാറായി എന്ന് മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിനെ കൂടെ എടുത്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ആ പ്രമേയം പോയിരിക്കുന്നത്. മൂന്നാമത്, ഇവിടെ പുടിനും നരേന്ദ്രമോദി ഒരു കാറിൽ പോയി എന്ന് പറയുന്നതിനകത്ത് വലിയൊരു അതിശയകരമായ കാര്യമില്ല. കാരണം നമ്മൾ കാണാറുള്ളതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ എത്തുമ്പോൾ അവര് ഒരു വാഹനത്തിൽ കൂടെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ കറങ്ങി നടക്കുന്നതും അങ്ങനെയൊക്കെയുള്ള. കാരണം ഇന്ത്യ റഷ്യ ബന്ധം വളരെ പഴക്കമുള്ള ഒരു ബന്ധമാണ്, ദൃഢമായ ഒരു ബന്ധമാണ്. ഒരുപക്ഷെ എന്താ പറയുക, സൗഹൃദത്തിനപ്പുറം ഒരു സാഹോദര്യ ബന്ധം അതിൽ നിലനിൽക്കുന്നതാണ്. ഇന്നും പുടിൻ അതാണ് പറഞ്ഞത്, ഭരണാധികാരികൾ തമ്മിലുള്ള ബന്ധമല്ല, അതിനു മുമ്പ് ജനങ്ങൾ തമ്മിലുള്ള ഒരു വലിയ ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയോട് എക്കാലവും ഉറച്ചു നിന്നിട്ടുള്ളത്, അത് ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലിക്ക് പറഞ്ഞു, എക്കാലവും ഉറച്ചു നിന്നിട്ടുള്ള ഒരു രാജ്യമേ ഉള്ളത് റഷ്യയാണ്. അവരുമായിട്ട് മാത്രമാണ് നമുക്ക് ഈ നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളൽ വരാത്തോ, ഇല്ല നമ്മൾ അവരും തമ്മിൽ അടിച്ചു പിരിയാത്തതുമാണ്. ഇടക്കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ വന്നപ്പോൾ ഈ സോവിയറ്റ് യൂണിയനെ കുറച്ച് പിന്തള്ളിക്കൊണ്ട് അവരെ മൈൻഡ് ചെയ്യാതെ അമേരിക്കയുമായി കൂടുതൽ അടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും നമ്മളും ഈ പിണക്കങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇത് രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്രമാണ്, നാളെ ഒരു കാലത്ത് പിണങ്ങാം. ഇതിനകത്ത് സ്ഥിരമായ ശത്രുവും സ്ഥിരമായ മിത്രവുമില്ല. എങ്കിലും നിലവിൽ റഷ്യയാണ് ഇന്ത്യയോടൊപ്പം. ഏതായാലും ചൈനയും ഇന്ത്യയോടൊപ്പം റഷ്യയെ പോലെ ഒരു കാലത്തും നിലകൊള്ളില്ല. കാരണം ചൈനയ്ക്ക് ചൈനയുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്, അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ ലക്ഷ്യമുണ്ട്. റഷ്യ ഇന്ത്യ ബന്ധം പോലെ ഒരിക്കലും ഇന്ത്യ ചൈന ബന്ധം വരില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ട്രംപിനെ ഒതുക്കുക എന്നൊരു ലക്ഷ്യം ചൈനയ്ക്കുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയെ കൂടെ നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകേണ്ട അനിവാര്യതയുമുണ്ട്. ഇവിടെ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ശക്തി പ്രാപിക്കേണ്ടതായ ഒരു കാര്യം കൊണ്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ ഇതിനെ ഒരു കൂടിക്കാഴ്ച കാണുന്നത്. ഇതെന്തായാലും നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്ക് ഒരു ആശാവഹമായ തുടക്കം എന്ന് തന്നെയാണ്. ഇനി എന്തൊക്കെ നടപടികളാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കി കാണേണ്ടതായിട്ടുണ്ട്. കാരണം ചൈന ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അമിതമായി നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല, എന്നാൽ അമിതമായി നമുക്ക് അകറ്റി നിർത്താനും കഴിയില്ല. ധനുഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ റഷ്യയും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടാകില്ലായിരിക്കും. അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധത്തിന് പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ രണ്ടു കൂട്ടർക്കും അത് സാമ്പത്തികമായി തിരിച്ചടി നൽകും. ആ സാമ്പത്തികമായ തിരിച്ചടി നൽകാതിരിക്കണമെങ്കിൽ ഈ രണ്ടു കൂട്ടരും ഒത്തൊരുമിച്ച് പോകണം. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറം റഷ്യ എന്ന് പറയുന്ന ഒരു വലിയേട്ടൻ ഇതിന്റെ നടുവിലുണ്ട്. ആ റഷ്യയുടെ ഒരു മധ്യസ്ഥതയിലാണ് ഇത് വളരെ സ്മൂത്തായിട്ട് ഇപ്പോൾ പോകുന്നത് എന്നാണ്. പക്ഷെ രണ്ടു കൂട്ടരും ചൈനയും ഇന്ത്യയും ഒക്കെ അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഷീ ജിൻപിങ്ങിന്റെ കത്തുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. രണ്ടു കൂട്ടർക്ക് ഇടയിൽ ചില ആളുകൾ
എന്താണ് ഏർപ്പെട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിരുന്നു എന്ന് തന്നെയാണ് അതിൽ പറയുന്നതും. അതുകൊണ്ടായിരിക്കണം നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത് മൂന്നാമതൊരു രാജ്യത്തിന്റെ കണ്ണുകൊണ്ട് നമ്മുടെ റിലേഷൻ കാണരുതെന്ന് എടുത്തു പറഞ്ഞു. അതായത് മൂന്നാമതൊരുത്തൻ, നമ്മൾ പറയില്ലേ നമ്മുടെ ഫാമിലിയിലേക്ക് പുറത്തുനിന്ന് ഒരുത്തന്റെ ഉപദേശം എടുക്കരുതെന്ന് പറയുന്നത് പോലെ, മൂന്നാമത്തെ ഒരു രാജ്യത്തിന്റെ കണ്ണുകൊണ്ട് നമ്മുടെ റിലേഷൻ മുമ്പോട്ട് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അതിൽ പാകിസ്ഥാൻ നാളെ കുത്തിത്തിരിപ്പുമായി വരാം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം കുത്തിത്തിരിപ്പുമായി വരാം. കാരണം അതൊക്കെ സ്വാഭാവികമായി വരാം ആ ഒരു സാഹചര്യത്തിൽ. കാരണം ഇത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഗാൽവാൻ താഴ്വരയിലുണ്ടായ ഈ സംഘർഷത്തിന്റെ പിന്നിലും ഈ അമേരിക്ക ഉൾപ്പെടുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് അതിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ചൈനീസ് പ്രസിഡന്റ് ഈ നൽകിയ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്ന ചില വാർത്തകളും പുറത്തു വരുന്നു. ഈ കത്താരും കണ്ടിട്ടില്ല, കത്തിലുണ്ടെന്ന് ഒരു ഉദ്യോഗസ്ഥനാണ് പറയുന്നത്. ഏതായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഏതായാലും നല്ലൊരു ബന്ധത്തിലേക്ക് പോകട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ട്രailer മാത്രമാണ്. അതിനി മുമ്പോട്ട് എങ്ങനെ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇന്ത്യ റഷ്യ പോലത്തെ ഒരു ക്ലോസ് റിലേഷൻ ആയിരിക്കില്ല. പിന്നെ നമുക്ക് അമേരിക്കയുമായിട്ടൊരു പെർമനന്റ് ശത്രുതയുമില്ല, അമേരിക്കയ്ക്ക് നമ്മളോട്ടൊരു പെർമനന്റ് ശത്രുതയുമില്ല. ഇവിടെ ആകെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ശ്രീ ട്രംപ് മാത്രമാണ്. ഇവിടെ വളരെ രസകരമായൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇന്ന് നമ്മുടെ മുൻ DGP ശ്രീ TP സെൻകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം അതിനകത്ത് കുറിച്ചിരിക്കുന്നത് എനിക്ക് വളരെ ഒരു രസകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ട്രംപിന് നോബൽ സമ്മാനം ഉറപ്പായും കൊടുക്കണം. കാരണം അദ്ദേഹം ഇതുവരെ പറഞ്ഞ യുദ്ധങ്ങളൊന്നും പുള്ളിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ വലിയ ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യയും ചൈനയും ഒന്നിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടൊരു നോബൽ പ്രൈസിന് അദ്ദേഹം അർഹനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് അത് പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തീർക്കാൻ നടന്നില്ല, പിന്നെ ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നില്ല, ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം തീർക്കാൻ നടന്നില്ല. ഒടുവിൽ പുള്ളി വിചാരിക്കാതിരുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ശത്രുത തീർക്കാൻ ട്രംപിന് കഴിഞ്ഞു. അപ്പോൾ ഒരു നോബൽ പ്രൈസിന് എന്തായാലും പുള്ളി അർഹനാണല്ലോ. കാരണം പുള്ളി കാരണമാണല്ലോ അവരിപ്പോ അടുത്തത്. അതാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്. നല്ലൊരു പോസ്റ്റാണത്.